ഇപ്പോഴത്തെ പ്രായം പറയുന്നില്ല, അടുത്ത വർഷത്തെ പ്രായം പറയാം. അടുത്ത വർഷം എനിക്ക് 80 വയസ്സാണ്. ആശംസകൾ. 80 വയസ്സിന് അഡ്വാൻസ് ആശംസകൾ. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് 79 കഴിഞ്ഞു. 79 കഴിഞ്ഞു. ഇപ്പം അടുത്ത വർഷം, അടുത്ത ജൂലൈയിൽ എൻ്റെ 80ാമത്തെ പിറന്നാളാണ്. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടെ 80ാമത്തെ വയസ്സിലും സാറ് സന്തോഷത്തോടെ എന്റെ പ്രായം അറിയുന്നത്. അതിപ്പോ ഞാൻ എന്റെ പുസ്തകത്തിൽ എന്റെ പ്രായമുണ്ട്, എന്റെ വിക്കിപീഡിയ എടുത്ത പ്രായമുണ്ട്. പ്രായം എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞ പ്രശ്നമില്ല. അതായത് 80ാമത്തെ വയസ്സിലും സാറ് സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ, സമാധാനത്തോടെ ഒരുപാടധികം വിജയങ്ങളുടെ തിളക്കത്തോടു കൂടി ഇരിക്കുന്നതിന് കാരണം സാർ തൊട്ട് മുമ്പ് പറഞ്ഞ നന്മയുണ്ടല്ലോ, ആ ഒരു സ്മരണ, അതിന്റെ മൂല്യമല്ല. എനിക്ക് എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് ജോസ് പ്രകാശ് നമ്മളാക്കിയത്, അതിനുള്ള ക്രെഡിറ്റ് പുള്ളിക്കുണ്ട്. പിന്നെ എൻ്റെ കുടുംബം, അത് ഞാൻ ആ ക്രെഡിറ്റിൽ എൻ്റെ വൈഫിന് കൊടുക്കുക, മക്കൾക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു സമയത്ത് ഞാൻ ജോസ് പ്രകാശിൻ്റെ അനിയൻ എന്നുള്ള നിലയിലാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ബോബി സഞ്ജുവിൻ്റെ ഫാദർ എന്ന് പറഞ്ഞത്, അതൊക്കെ ഒരു അഭിമാനമാണ്, വലിയ അഭിമാനമാണ്. കാരണം അവരെ പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ ഇന്നും സിനിമക്കാരുടെ ഇടയിൽ ഇപ്പോൾ ജോസ് പ്രകാശിൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സീറ്റുണ്ട്. അല്ല, അതൊരു നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ. ജഗതിയൊന്നും മറക്കാൻ പറ്റത്തില്ല. എനിക്കൊക്കെ എന്നോട് റേറ്റ് ചോദിച്ചിട്ടില്ല. ഒരു പടമുണ്ട്, അച്ഛനെ ഒരു പടമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ട്. അത് ഏത് പടം ഇട്ട ചെല്ലി ഇടയ്ക്ക് ഓടി വീഴും. പുള്ളി എല്ലാവരുടെയും പടത്തിന് ഇടയ്ക്ക് അങ്ങനെ പോകുന്ന അതുപോലെ തിരക്കുള്ള ആളാണ്. ജോണി വാക്കറിൻ്റെ ഷൂട്ടിങ് പിന്നെ ബാംഗ്ലൂരിൽ നടക്കുമ്പോൾ ഇയാൾക്ക് 4-5 സീനും ഉണ്ട്. പുള്ളി വേണം താനും. അപ്പോൾ ജയരാജ് ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, നാളെ നമുക്ക് ജഗതി വേണമല്ലോ. ഞാൻ പറഞ്ഞു, ജയരാജ് ചെയ്ത് ഇവിടെ നീ നാളെ ഇപ്പോൾ ഈ ബാംഗ്ലൂരിലൊന്നും, അയ്യോ കിട്ടിയാൽ നമുക്ക് ആ മറ്റേ കോമ്പിനേഷൻ മമ്മൂട്ടിയായിട്ടുള്ളത് റോഡിൽ വെച്ച് എടുക്കണം. അപ്പം ഇത് പോലീസുകാരൻ്റെ വേഷമാണ് ജഗതിക്ക്. ഞാനപ്പം തപ്പിപ്പിടിച്ച് ചോദിച്ചാൽ പുള്ളി കോഴിക്കോടുണ്ട്. കോഴിക്കോട് ഒരു പടത്തിൻ്റെ ഷൂട്ടാണ്. ഞാൻ പറഞ്ഞു, അമ്പിളി ഇതെങ്ങനെയാണ് നാളെ ഷൂട്ട്? അയ്യോ എന്നെ വരെ വെച്ചാൽ എങ്ങനെയാണ് നാളെ ഞാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ കുഴപ്പമാണ് കേട്ടോ, മമ്മൂട്ടിയുടെ ഡേറ്റ് ഈ ബാംഗ്ലൂർ. അയ്യോ എനിക്ക് അറിയാൻ മേല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അവിടുന്ന് ഒരു ടാക്സി എടുത്ത് വാ. അല്ല, നാളെ എനിക്ക് ഷൂട്ടുണ്ട്, അപ്പം ഞാൻ അവിടെ ഷൂട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യുക, അവരോട് പറ. പിറ്റേ ദിവസം വെളുപ്പിന് 7 മണിക്ക് പുള്ളി ബാംഗ്ലൂരുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെ വന്നേ? കാറിൻ്റെ കാശ് ഞാൻ ബസ്സിനെ വന്നത്. അതൊക്കെ മറക്കാൻ പറ്റത്തില്ല. അന്ന് ഏറ്റവും തിരക്കുള്ള സ്റ്റാർ കോഴിക്കോട് ബസ്സിനെ വന്നു ഈ അമ്പിളി. അന്നും എൻ്റെ ഒന്നും മറക്കാൻ പറ്റത്തില്ല ജഗതിയൊന്നും. അതിന് സിനിമയിലെ അവസരം നോക്കി നടക്കുന്ന സമയമല്ല, സിനിമയിൽ തിരക്കുള്ള സമയത്താണ് അല്ലേ. പറന്ന് മുതലുള്ള കൂട്ടുകെട്ടാണ് ഞങ്ങൾ. പറന്നിലുണ്ട് ജഗതി. അന്ന് മുതലുള്ള അടുപ്പ്. ഈ കോട്ടയത്തോ ഇവിടെ പരിസരത്ത് വന്ന ഈ വീട്ടിൽ വരും, വന്ന് എൻ്റെ അടുക്കള വരെ കയറി വരും. അതുപോലെ അടുപ്പമുള്ള ഒരു സ്നേഹമാണ്. ഞാനിടയ്ക്ക് കാണാൻ പ്രാവശ്യമൊക്കെ ഞാനും വൈഫും കൂടെ കാണാം. ആ പേരുകളുടെ കൂട്ടത്തിൽ പറയേണ്ട 2 പേരുകൾ ജഗതി സാർ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. വിട്ടുപിരിഞ്ഞു പോയവരിൽ പെരുവഴി അമ്പലത്തിന്റെ സംഗീതം MG രാധാകൃഷ്ണൻ സാർ. രാധാകൃഷ്ണൻ പോയി. അതൊക്കെ ഭയങ്കര. അതുപോലെ ജോൺസൺ മാഷ്